കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇറങ്ങാറായ മോളെ. വാതിലും പൂട്ടി തോളിലെ ബാഗ് ഒന്നുകൂടെ കയറ്റിയിട്ട് വരാന്തയിലേക്ക് ഇറങ്ങി ചെരിപ്പിടുമ്പോഴാണ് അപ്പുറത്ത് ചാന്ദിനിയുടെ വിളി. ആൻറ്റി, ഓൾ ദി ബെസ്റ്റ്. കൈയൊന്നുയർത്തി തംസപ്പ് കാണിച്ച് ചന്തു ആള് വിഷയുമ്പോൾ ചിരിയോടെ തലയാട്ടി ഒരു താങ്ക്സ് പറഞ്ഞവൾ ഗേറ്റും തുറന്നടച്ച് റോഡിലേക്ക് ഇറങ്ങി നടന്നു. ആളങ്ങ് പോയതേ ചാന്ദിനി പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് ഓടി. ഓ, നിന്റെ ഒരിക്കൽ കഴിഞ്ഞില്ലേ? ദേ ആ കൊച്ചു പോയിട്ടോ. ദേ കഴിഞ്ഞു. പറയിലും കയ്യിൽ വാച്ചും കെട്ടി നെറ്റിലേക്ക് വീണെടുക്കുന്ന മുഴികൾ മാടി ഒതുക്കി വെച്ചവൻ ബൈക്കിന്റെ കീയും എടുത്ത് പുറത്തേക്ക് ഒരു പാച്ചിലായിരുന്നു. വലിയ ആവേശമൊന്നും കാണിക്കേണ്ട, അവള് നിന്റെ കൂടെ വരൊരു സാധ്യതയില്ല. പിന്നെ വെറുതെ ചോദിച്ച് നാണക്കേടാന്ന് മാത്രം. ചാന്ദിനി ചെക്കൻ്റെ ഓട്ടപ്പാച്ചിൽ കണ്ട് അടക്കി ചിരിയോടെ പറഞ്ഞതേ കരിനാക്കെടുത്ത് വളക്കാതെ തള്ളിയെന്നൊരു പിറുപിറുക്കിലോടെ ആ പറഞ്ഞു കേട്ട് ചാന്ദിനിയുടെ മുഖം ചുവന്നു. തള്ള നിന്റെ കിട്ടിയോളൂ പോട. വന്ന ദേഷ്യത്തിന് പറയലും വെട്ടിത്തിരിഞ്ഞ് ചാന്ദിനി അകത്തേക്ക് പോകുമ്പോൾ അവളെ തള്ള ഞാൻ തന്നെ ആക്കിയെന്നൊരു പറച്ചിലോടെ അവൻ ബൈക്കും എടുത്ത് ഗേറ്റും കടന്നു പോയി. തിങ്കൾ അമ്പലത്തിനടുത്ത് വളവിനടുത്ത് എത്തുമ്പോഴേക്കും നടന്നു പോകുന്നവളെ പാർത്തി കണ്ടു. വേഗത്തിലാണ് നടപ്പ്. നിമിഷ നേരം കൊണ്ട് ആളുടെ മുന്നിലായി വട്ടം വെച്ച് ബൈക്ക് കൊണ്ട് അവൻ നിർത്തിക്കഴിഞ്ഞു. പെട്ടെന്നായതുകൊണ്ടൊന്ന് ഞെട്ടിയവൾ അവനെ തുറിച്ചു നോക്കി. എവിടെ? അതൊന്നും തന്നോടല്ലെന്ന മട്ടിൽ നിലത്ത് കാലുകുത്തി ബൈക്ക് ബാലൻസ് ചെയ്ത് അവൾ നോക്കി ചിരിയോടെ ഇരിക്കുന്നുണ്ട്. വാ, വന്ന് കയറിക്കോ. എങ്ങോട്ട്? നിന്റെ തലയിലേക്കോ? വന്ന ദേഷ്യത്തിന് പറഞ്ഞാണ് അവൾ. തലയിലൊക്കെ നീ എപ്പോഴേ കയറിയതാ, പക്ഷെ ഇപ്പൊ ഞാനതല്ല പറഞ്ഞു. വന്ന് ബൈക്കിൽ കയറിന്റെ തങ്കി ഞാൻ കൊണ്ടുവന്നാക്കാന്ന്. കളിയാക്കാതെ മുന്നിൽ നിന്ന് മാറിക്ക പാർത്തി. എനിക്കിപ്പോ തർക്കിക്കാനുള്ള സമയമില്ല. തർക്കിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് സമയമില്ലെങ്കിൽ വേഗം കയറാൻ നോക്ക്. 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കാം. എനിക്ക് നടന്നു പോകാൻ അറിയാം. നിന്റെ ഈ സാധനത്തിന്റെ ആവശ്യം എനിക്കില്ല. പറയലും വഴിമാറിയവൾ പോയതും. പക്ഷേ എനിക്ക് നിന്നെ ആവശ്യമുണ്ടെങ്കിലോ? പെട്ടെന്ന് ബൈക്ക് ഉന്തിയവൻ അവൾക്കുമ്പിലേക്ക് തന്നെ വന്ന് തടസ്സം നിന്നു. പാർത്തിത്തെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിന്റെ. ബാക്കി അവൾ പറഞ്ഞു പൂർത്തിയാകാൻ പറ്റിയില്ല. അപ്പോഴേക്കും മറ്റൊരു ബൈക്ക് അവർക്കുമ്പിൽ വന്നു കഴിഞ്ഞു. ഗോപിനാഥനാണ്. വാ മോളെ, ഞാനാക്കാം അങ്ങോട്ട്. അങ്കിളിനപ്പം ജോലിയില്ലേ ഇന്ന്? ആ, ഞാനതേ പോകുന്ന വഴിയാ. അവിടെ അടുത്താ എനിക്ക് പണി. അവിടെ മോളെ അങ്ങോട്ടേക്ക് ആക്കിയിട്ട് പോകാമെന്ന് കരുതി. പെയിന്റ് പണിയാണ് ഗോപിക്ക്. വാ മോളെ, വന്ന് കയറ്. അയാൾ ഒന്നുകൂടെ പറഞ്ഞു. ഇത്ര നേരം ചിരിയോടെ എന്റെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ തിങ്കൾ ചെന്ന് സാരി ഒതുക്കി പിടിച്ച് ഗോപിനാഥിന്റെ പിന്നിലേക്ക് കയറി. പാർട്ടി ഷോപ്പിലേക്ക് ഇറങ്ങിയതാവല്ലേ? ഞങ്ങളെന്നാ പോട്ടെ. ശരി. ആവും പറഞ്ഞ അയാൾ ബൈക്ക് എടുത്തു. തിങ്കൾ തിരിഞ്ഞെന്ന് നോക്കി. മുഖമൊക്കെ വലിഞ്ഞു മുറുകി ബൈക്കിന്റെ ഹാൻഡിലിട്ട് കൈ ശക്തിയിൽ പിടിച്ച് തിരിക്കുന്നുണ്ട്. ഒരു നിമിഷം കൂടെ അവനെ നോക്കി അവൾ മുഖം തിരിച്ചു. മോനെ പോലെ തന്തൊക്കെയിട്ട് 2 കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. പല്ലുകൾക്കിടയിലിട്ട് ഒരു പറച്ചിലിനൊപ്പം പാഞ്ഞു പോയവന്റെ ബൈക്ക് മുന്നിൽ പോയവരെ നിമിഷം കൊണ്ട് വെട്ടിച്ചുകൊണ്ട് അവരുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞുപോയി. എന്ത് പോക്കാവനീ പോകുന്നു? ഗോപിനാഥൻ പറയുന്ന കേട്ടെങ്കിലും തിങ്കൾ അതിന് മറുപടി പറയാൻ നിന്നില്ല. അതുപോലെ പാർട്ടിയായിട്ട് സംസാരിച്ചവൾ നിൽക്കുന്ന കണ്ടിട്ട് അയാൾക്കൊന്നും തോന്നിയില്ല. അവരയൽക്കാരാണല്ലോ, അപ്പൊ പിന്നെ അതിലൊരു തെറ്റിദ്ധാരണ വരേണ്ട ആവശ്യം തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവർ കപ്പലണ്ടി ഫാക്ടറിയുടെ മുമ്പിലേക്ക് എത്തി. അവൾ അവിടെ ഇറക്കി തിങ്കൾ അകത്തേക്ക് കയറിപ്പോയതിനു ശേഷമാണ് ഗോപിനാഥൻ അവിടെ നിന്നും പോയത്. ബസ്സിൽ പോകാൻ മാത്രം ദൂരം ഫാക്ടറിയിലേക്കില്ല. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നടന്നു വരാനും പോകാനും തന്നെയാണ് തിങ്കളുടെ തീരുമാനം. നേരെ ഓഫീസിലേക്ക് എത്തി തിങ്കൾ ജയരാജന്റെ മാനേജർ സന്തോഷിന്റെ അടുത്തേക്കാണ് പോയത്. ജയരാജൻ ഇതുവരെ എത്തിയിട്ടില്ല. സാറ് വരുമ്പോൾ കണ്ടാൽ മതി, ഇപ്പൊ രജിസ്റ്റർ സൈൻ ചെയ്ത് ജോലിക്കായിരിക്കുമെന്ന് അയാൾ പറഞ്ഞതും തിങ്കൾ സമ്മതിച്ചു. ആളുടെ കോവർക്കറായ വീണയെ പരിചയപ്പെടുത്തി കൊടുത്തതും സന്തോഷ് തന്നെയാണ്. 24-25 വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടിയാണ് വീണ. ആളിവിടെ ജോലി കയറിയിട്ട് 6 മാസം ആവുന്നേ ഉള്ളൂ. ഇവരെ കൂടാതെ ഒരാൾ കൂടിയുണ്ട് അക്കൗണ്ടിങ് സെക്ഷനിൽ, പീറ്റർ. അയാളിന്ന് ലീവാണ്. ജോലിയെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം തിങ്കളുടെ വീണ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെയാണ് ജയരാജൻ അങ്ങോട്ട് വരുന്നത്. തിങ്കളുടെ കണ്ട് അയാളൊന്ന് ചിരിച്ചു. 5 മിനിറ്റ് ആയപ്പോഴേക്കും സന്തോഷ് വന്ന് സാറിന് പോയിന്ന് കണ്ടേക്കാൻ തിങ്കളോട് പറഞ്ഞു. അവൾ അയാളുടെ പ്രൈവറ്റ് ക്യാബിലേക്ക് നടന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ശ്രീത്ത് അവിടെ ഉണ്ടെന്നുള്ളത് അവൾ ശ്രദ്ധിച്ച്. എന്നാൽ അവനടുത്തേക്ക് നോക്കാതെ ജയരാജനോടാണ് അവൾ സംസാരിച്ച്. ശ്രീത്തിന്റെ നോട്ടം ദാഹത്തോടെ അവിടെ സാരിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഉടലഴകിലേക്ക് ചൂഴ്ന്നിറങ്ങി. ഓക്കെ തിങ്കൾ, ഓൾ ദി ബെസ്റ്റ്. സംസാരം അവസാനിപ്പിച്ച് ജയരാജൻ പറഞ്ഞു. താങ്ക് യു സർ. തിങ്കൾ അതിനുള്ളിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും ശ്രീത്തിന്റെ മുഖം ചുവന്നു. ഇത്രയായിട്ടും ഒരു നോട്ടം പോലും അവിടെ ഭാഗത്തുനിന്ന് അവന്റെ നേർക്ക് വന്നിട്ടില്ല. പെട്ടെന്ന് അവൾക്ക് പിറകെ തന്നെ ഇറങ്ങിപ്പോകാൻ അവൻ ശ്രമിച്ചെങ്കിലും ജയരാജൻ അവനെയും കൂട്ടി ബാങ്കിലേക്ക് ഇറങ്ങിയതും ഉള്ളിൽ നിറഞ്ഞ നിരാശയോടെ അവൻ അയാൾക്കൊപ്പം പോയി. അടുത്ത ഞായറാഴ്ച ദിവസം. ഇന്ന് തിങ്കളുടെ ജോലിയില്ല. പതിവിലും സാവധാനം ചായക്കുള്ളൊക്കെ വെച്ച് കഴിഞ്ഞ് മുറ്റത്തേക്ക് അവിടെ ഇറങ്ങുമ്പോൾ അപ്പുറത്ത് സ്ഥിരം പാട്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. തന്റെ പേരിൽ തുടങ്ങുന്ന ഇത്രയധികം പാട്ടുകളുണ്ടെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് തിങ്കൾ ശരിക്കും അറിഞ്ഞത്. അപ്പുറത്തേക്ക് വെറുതെ ഒന്ന് നോക്കിയവൾ മുറ്റമടിക്കാനുള്ള ചൂലെടുത്ത് പുറകുവശത്തേക്ക് നടന്നു. ജോലിയിൽ കയറിയതിനു ശേഷം പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല തിങ്കളിന്. രണ്ടുപേരും കൂടെ അവളുടെ സെക്ഷനിൽ എക്സ്ട്രാ ഉള്ളത് സ്പ്ലിറ്റ് ചെയ്ത് ജോലികളൊക്കെ എളുപ്പം തീർക്കാൻ പറ്റുന്നുണ്ട്.
വീണയും പീറ്ററും അത്യാവശ്യം നല്ല ആളുകൾ തന്നെയാണ്. പീറ്ററിന് ഏകദേശം വീണയുടെ പ്രായം. രണ്ടുപേർക്കും തിങ്കളെ കുറിച്ച് അറിയുമോ ഇല്ല എന്നൊന്നും വ്യക്തമല്ല. എന്നാൽ അവളോടുള്ള പെരുമാറ്റത്തിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായി അവൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ശ്രീജിത്തിനെ എപ്പോഴും അവൾ കാണാറില്ല. ജയരാജ് മുതലാളി ഉണ്ടെങ്കിലും ശ്രീജിത്ത് എപ്പോഴും അയാളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോകും. എന്നാലും സമയവും സാഹചര്യമൊക്കെ നോക്കി തിങ്കളോട് സംസാരിക്കാമെന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. പിന്നെ പാർട്ടിയുടെ കാര്യം. രാവിലെയുള്ള ഈ പാട്ടുകളും വൈകുന്നേരങ്ങളിലെ സംസാരങ്ങളുമായി ഒരു മാറ്റവുമില്ലാതെ ചെക്കൻ മുന്നോട്ട് പോകുന്നുണ്ട്. ദേഷ്യവും വാശിയും നല്ല കൂടുതലായതുകൊണ്ട് സംസാരത്തിന്റെ ഒടുക്കം എന്തെങ്കിലും പറഞ്ഞ് തല്ലുകൂടി വെല്ലുവിളിച്ച് അവർ പോകുമെങ്കിലും പിറ്റേന്നാവൊന്നും നടന്നിട്ടില്ലെന്ന പോലെ പിന്നെ അവർക്കടുത്ത് മിണ്ടി വരുന്നവനെ കണ്ട് ആദ്യമൊക്കെ തിങ്കൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരി. പിന്നെ അവൾക്കതൊരു ശീലമായി. അതിനിടയ്ക്ക് തന്നെയാണ് പെണ്ണിന്റെ വീട്ടിലേക്ക് വേറൊരാൾ കൂടെ വന്നത്. ഒരു കണ്ടൻ പൂച്ച. ഒരു ഗ്രേയും വെളുപ്പും ചേർന്ന കളറിൽ ഉണ്ടമുഖവും അത്യാവശ്യം ദേഹത്തെ രോമൊക്കെയായിട്ടൊരു സുന്ദരൻ. തിങ്കൾ അവനും കൊടുത്തു ഭക്ഷണം. അതോടെ അവനോട് സ്ഥിരമായെന്ന് പറയാം. കൂടെ സുന്ദരനെ തന്നെ ചാന്ദിനി പറഞ്ഞു കൊടുത്ത അനുസരിച്ച് അവൾ പേരുമിട്ടു. വിറകുപുരയിലാണ് അവന്റെ ഉറക്കം. തിങ്കൾ അവിടെ തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകലി അമ്മിപ്പുറത്തും വരാന്തയിലൊക്കെ കിടക്കും. പുഷ്പമായിട്ട് ചെറിയൊരു ചുറ്റിക്കളിയുണ്ട് അവന്. മുറ്റമടി കഴിഞ്ഞ് അവൾ നട്ടുവളർത്തുന്ന ചെടികൾക്ക് ബക്കറ്റിൽ വെള്ളം കൊണ്ട് നനച്ചു വരുമ്പോൾ പാട്ടുകൾ മാറി മാറി കേൾക്കുന്നുണ്ട്. ചെടികളൊക്കെ മുളച്ച് ചെറുതായി ഇലയും മറ്റും വന്ന് തുടങ്ങിയിരിക്കുന്നു. നനയ്ക്കുന്നതിനൊപ്പം തന്നെ എല്ലാത്തിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവയുടെ കടക്ക് എന്തെങ്കിലുമൊക്കെ വീണെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റുന്നുണ്ട് അവൾ. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മതിലിന്റെ അവിടെ നിന്നൊരു മ്യാവു വിളി. പുഷ്പമായിരിക്കും. സുന്ദരൻ വിറകുപുരയിൽ കിടന്നുറങ്ങുന്ന അവൾ കണ്ടതാണ്. എന്നാൽ അവളൊന്ന് തല മാത്രം ഉയർത്തി നോക്കുമ്പോൾ പുഷ്പ മാത്രമല്ല, പുഷ്പുവിന്റെ ചേട്ടന് അവളെ തന്നെ നോക്കി ആ മതിലിൽ ചാരി കൈമുട്ടും കുത്തി നിൽക്കുന്നുണ്ടെന്ന് കണ്ട് പെണ്ണിന്റെ കണ്ണുകളൊന്ന് കൂർത്തു. ഇന്നലെ വൈകുന്നേരം പെറ്റ് ഷോപ്പിൽ നിന്ന് വന്നവൻ സംസാരിക്കാൻ ചെന്ന് ഒടുക്കം നിനക്കെന്നൊന്ന് ഇഷ്ടപ്പെട്ടാൽ എന്താന്ന് ചോദിച്ച് അവന്റെ മതിൽ തന്നെ ഇരിക്കുന്ന ഒരു ചെടി തട്ടി തെറിപ്പിച്ചു പോയവനാ ഇപ്പൊ വന്നതേ അവിടെ തന്നെ വന്നെന്ന് ചിരിച്ചു നിൽക്കുന്നത്. ആ ചെടി ചട്ടി ഇരുന്നിടത്ത് തന്നെയാണ് അവന്റെ സ്ഥാനം. ഇനി ചട്ടിക്ക് പകരം ഇവര് നിൽക്കാൻ വേണ്ടിയാണ് അതങ്ങ് തട്ടിക്കളഞ്ഞ്. തിങ്കൾ ചുണ്ടുകൂട്ടിന്ന് ആലോചിക്കുന്നതിനൊപ്പം പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ നിവർന്നിന്നു. ഇട്ടിരുന്ന ടോപ്പ് നേരെ ബാക്കിലേക്ക് വലിച്ചിട്ടത് ഒരുമിച്ചായിരുന്നു. പാർത്തി ആ നിമിഷം ഒന്ന് എത്തി വിളിച്ചു. ചെക്കന് പെട്ടെന്ന് കാര്യം കത്തിയില്ല. പിന്നെ മനസ്സിലായതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്താടാ? അവന്റെ ആ ചിരി കണ്ട് കടുപ്പത്തോടെയുള്ള പെണ്ണിന്റെ സ്വരം. ഞാൻ അങ്ങോട്ടേക്കൊന്നും നോക്കിയിട്ടില്ല എന്റെ മോളെ. അതിന് മറുപടി കൊടുക്കാൻ തിങ്കൾ അവനെ ദയിപ്പിക്കും പോലെ നോക്കി. കാര്യമായിട്ട് പറഞ്ഞാടി, എന്റെ ചന്തുവാണ് സത്യം. ഞാൻ നോക്കിയിട്ടില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. കുഞ്ഞൊരു നാണത്തോടെ ചുണ്ടി അടിച്ചുപിടി ചിരിയോടെ അവസാനത്തെ വാചകം അത്രയും പതുക്കാവും പറഞ്ഞുകൊണ്ട് തിങ്കളെ കേട്ടില്ല. എന്ത്? അവളുടെ കണ്ണുകളും ചുരുങ്ങി. ഞാൻ നീ ഉദ്ദേശിക്കുന്ന അത്ര ചീപ്പല്ലെന്ന് എനിക്ക് ധൃതിയില്ല. നീ ഒന്ന് സ്നേഹിച്ചാൽ മതി ആദ്യം. അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് വേറെ എന്തും. കുറുമ്പോടെ തന്നെ അവൻ പറഞ്ഞു നിർത്തിയതേ കയ്യിലെ കപ്പിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം അവൾ അവന്റെ മേത്തേക്ക് നീട്ടി ഒഴിച്ചതും പെട്ടെന്നായിരുന്നു. പക്ഷേ ചെക്കൻ വിദഗ്ധമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നേരെ ആ വെള്ളം വന്ന് പുഷ്പുവിന്റെ മേത്തേക്ക് വീണതും പെണ്ണ് കരഞ്ഞുകൊണ്ട് ഒറ്റ പാച്ചിലായിരുന്നു അപ്പുറത്തേക്ക്. തിങ്കൾ അയ്യോ എന്നായിപ്പോയി. പുഷ്പിനെ അവൾക്ക് ഇഷ്ടമാണല്ലോ. പിന്നെ വെള്ളമല്ലേ വീണത്, അതവൾ തുടച്ച് ശരിയായിക്കോളും. പാർത്തിയെ നോക്കുമ്പോൾ ചിരിയൊക്കെ മാറി കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അവൻ. റേമോ മാറി അന്യൻ കയറി അവനിൽ. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ നീ വെള്ളമൊഴിച്ച്? ദേഷ്യം അടക്കി പിടിച്ചുള്ള അവന്റെ ചോദ്യം. മൂക്കൊക്കെ ചുവന്നേറിയുണ്ട് ചെക്കൻ്റെ. നീ പറഞ്ഞതിനൊക്കെ വെള്ളം ഒഴിക്കേണ്ട, ഞങ്ങോട്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അതിന് ഞാനെന്ത് പറഞ്ഞെന്നാ? എന്നെ ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞ ഇത്ര തെറ്റാണോ? അത്രയ്ക്ക് മോശമൊന്നല്ലടി ഞാൻ. അങ്ങനെ മോശമായിരുന്നെങ്കിൽ ഇവിടുന്ന് കാശിക്ക് പോയപ്പോൾ തന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു പോയില്ലായിരുന്നു. കാശിൽ വെച്ച് അവസരം വന്നിട്ടും എന്റെ ഉള്ളിൽ അന്ന് നീ മാത്രമായിട്ട് പോലും തെറ്റായിട്ടൊരു നോട്ടോ സ്പർശനം എന്നിൽ നിന്നിലേക്ക് വീട്ടിൽ നിന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതിന് കാരണം എന്താണെന്നറിയോ? എന്നെ എന്റെ അമ്മ അങ്ങനെയാ വളർത്തിയിരിക്കുന്നത്. വീറോടാൻ പറഞ്ഞു കഴിഞ്ഞു. തിങ്കളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. കാശിൽ വെച്ച് എന്തുണ്ടായെന്നാ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബാങ്ക് വലിച്ചേറ്റി ബോധം പോയത് ഓർമ്മയുണ്ടോ? പാർത്തി ആ പറഞ്ഞ പെണ്ണെന്ന് പരിങ്ങി. അന്ന് അവൻ ബോധമില്ലാത്ത കിടന്നുറങ്ങിയെന്നല്ലേ പറഞ്ഞ്. എന്നിട്ടിപ്പോ എന്താ മാറ്റി പറയുന്നേ? ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട്? നീ ഉറങ്ങി, പക്ഷെ ഉറങ്ങും മുന്നേ എന്റെ നെഞ്ചത്തേക്കാ കയറി വന്ന് മാത്രം. അത് പറയുന്നേരം അന്നേരം ഓർമ്മയിൽ അവന്റെ മുറുകിയ മൊക്കെ ഒന്ന് അയഞ്ഞു. ആ ചുണ്ടിലൊരു ചിരിയും മിന്നി. തിങ്കളാണെങ്കിൽ അവൻ പറഞ്ഞിട്ട് അവിടെ ആകെ ഞെട്ടി നിൽപ്പുണ്ട്. എന്താന്നുണ്ടായി? ശ്വാസം അടക്കി പിടിക്കും പോലെ പതിഞ്ഞു പോയവരുടെ സ്വരം. പറയണോ? അതോടെ അവന്റെ ചുണ്ടിലെ ചിരി ഒന്നുകൂടെ തെളിഞ്ഞു. ഒന്ന് പറയുന്നുണ്ടോ? പെണ്ണിന്റെ ശബ്ദമേറുന്നു. എന്നാലേ ആദ്യം നീ എന്നോട് ഇഷ്ടമാണെന്ന് പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കണ്ണി രണ്ടൊന്നും ചിമ്മി അവനത് പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴേക്കും പെണ്ണിന്റെ മുഖവും ചുവന്നു. ആ തന്നെ പറ്റിക്കുകയാണെന്ന് ചെക്കൻ്റെ മുഖത്തെ ഭാഗങ്ങൾ നോക്കി തന്നെ അവൾ ഉറപ്പിച്ചു. നീ പറയണ്ട, എനിക്കൊന്നും അറിയാൻ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അവൻ ചുണ്ടെന്ന് വെട്ടിച്ചു. അവന് നോക്കി പേടിപ്പിച്ച് ആ ബക്കറ്റും വെള്ളം അവിടെ ഇട്ട് അവൾ തിരിഞ്ഞടന്നു. എന്തൊക്കെയോ പിച്ചുമ്പേയും പറഞ്ഞ് ഞാനന്ന് സാരി ഉടുക്കണ്ടേ എന്ന് വാൺ ചെയ്തിട്ടും
വാരിച്ചുറ്റിയ ചേലയൊതുക്കി കൂട്ടിപ്പിടിച്ചെന്റെ മേത്തേക്ക് വന്ന് വീണതൊക്കെ ഇപ്പോഴേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയായിരുന്നു നിന്റെ ആ സാരി എടുത്തുള്ള വരവ്. എന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചങ്ങ് പോയി മോളെ. നെഞ്ചിൽ കൈവച്ച് അവൾ കേൾക്കാൻ പാകത്തിന് പാർത്തി പറഞ്ഞു കഴിഞ്ഞില്ല. പെട്ടെന്നൊരു കല്ലുകൂടെ അവന് നേർക്ക് വന്നവൻ ചെക്കൻ അതിൽ നിന്ന് പിന്നെ ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ടു. രൂക്ഷമായ ആ കല്ലിലേക്ക് അവളെ അവൻ നോക്കുമ്പോൾ അവനേക്കാൾ നന്നായി നോക്കി തിരിച്ചും പേടിപ്പിക്കുന്നുണ്ട് അവൾ. പല്ലിൽ നിന്ന് കടിച്ചു വെട്ടിത്തിരിഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലെന്ന് വിളിച്ചു പോകുന്നുണ്ട് പാർത്തി. അപ്പോഴേക്ക് അവൾ അകത്തേക്ക് കയറി വാതിലടച്ച് കഴിഞ്ഞു. നിഷ്പ്രയാസം അതിലും ചാടി വന്നവൻ അവളുടെ റൂമിന്റെ ജനാല തട്ടി തുറക്കാൻ നോക്കി. പക്ഷെ അത് തുറന്നില്ല. ജനാലയുടെ കൊളുത്ത് ഞാൻ ശരിയാക്കി. അവന് തട്ടൽ സഹിക്കാമായ തിങ്കൾ ഒച്ചയെടുത്ത് പറഞ്ഞു. പിന്നെ അവന്റെ ശബ്ദമൊന്നും കേട്ടില്ല. കുറച്ചു കഴിഞ്ഞ് വന്ന് അടുക്കളയുടെ ജനൽ വഴി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ ചാന്ദിനി വന്നിരിക്കുന്ന അവൾ കണ്ടു. അതോടെ ഒന്ന് നിശ്വസിച്ച് അവൾ അവളുടെ അടുത്ത പണികളിലേക്ക് തിരിഞ്ഞു. ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന തിങ്കൾ, ഒരു കോമഡി പടം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഫോണിൽ അതും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ട്. തിങ്കളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി. രാവിലെ പോയവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. തങ്കി ചിന്തിച്ചവൾ ഇരിക്കുമ്പോഴേക്കും ചെക്കൻ്റെ വിളി എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ചാന്ദിനി ഉച്ചയ്ക്ക് ശേഷം വീട്ടിലുണ്ടാവാറില്ല. കുടുംബശ്രീക്ക് പോകണം. പിന്നെ ഡാൻസ് ക്ലാസ് നേരത്തെ തുടങ്ങുകയും ചെയ്യും. കുറച്ചു നേരം അവൾ മിണ്ടാതിരുന്നെങ്കിലും ഒന്ന് തുറക്ക് വേണേ, ഞാനൊരു അത്യാവശ്യത്തിന് വന്നാ, തുറന്നില്ലെങ്കിലേ ഞാൻ വാതിൽ ചവിട്ടി പൊളിക്കുവേ. ചെക്കൻ ഭീഷണി തുടങ്ങിയതും അവൾ എഴുന്നേറ്റു. പോയി വാതിൽ തുറക്കുമ്പോൾ കയ്യിലൊരു കവറിലായി പ്ലാനും പിടിച്ച് മുന്നിൽ ചിരിയോടെ നിൽക്കുന്നുണ്ട് അവൻ. എന്താണെന്ന പോലെ തിങ്കൾ ഒറ്റ പുരികമുയർത്തി അവനൊരു നോട്ടം നോക്കി. പെണ്ണിന്റെ ഈ നോട്ടത്തിലാണ് അവനിങ്ങനെ അലിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ പറയാൻ വന്ന മറന്നവൻ കുറച്ചു നേരം ഫ്രീസായി നിൽക്കുമ്പോൾ എന്തായെന്ന ചോദ്യമായി അവളിൽ നിന്ന് വന്ന് ശബ്ദം ഉയർന്നു കഴിഞ്ഞിരുന്നു. ഞാൻ നമ്മുടെ ചീക്കുവിന്റെ കാര്യം അന്വേഷിക്കാൻ വന്നാ. നമ്മുടെയോ? പെണ്ണിന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി. നിന്റെ എല്ലാം എന്റെയും കൂടെ അല്ലേ? ഹൃദയം നിറച്ച് അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവൻ പറഞ്ഞത്. പക്ഷെ അവളുടെ കാതിൽ അത് അത്ര രസമായിട്ടല്ലേ എത്തിയത്. തുടങ്ങിയിട്ടുണ്ട് അവന്റെ വാചകടി. പറയാനുള്ളൊക്കെ ദിവസങ്ങൾ കൊണ്ട് അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവന്റെ സംസാരം നോക്ക്. പെണ്ണിന്റെ ചുണ്ടുകൾ പിറുവിറുത്തു. ഞാൻ നമ്മുടെ ചീക്കുവിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യിലുള്ള അക്വറ്റിക് പ്ലാന്റ് അവൾക്ക് കാണിച്ചു കൊടുത്തു അവൻ. ബെറ്റാ ഫിഷ് വെള്ളത്തിൽ ഓക്സിജൻ കുറവാണെങ്കിലും മുകളിൽ സർഫേസിൽ വന്ന് ശ്വസിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ബൗൾ അവർക്ക് അനുയോജ്യം. ഈ ഫിഷിന് വേസ്റ്റ് നന്നേ കുറവാണെങ്കിലും വേസ്റ്റ് ഉണ്ട്. അപ്പൊ അതിലുണ്ടാവുന്ന അമോണിയ വലിച്ചെടുക്കാൻ ഒരു അക്വറ്റിക് പ്ലാന്റ് വെക്കുന്നതാണ് നല്ലത്. അവിടെ വേരത് വലിച്ചെടുത്തോളൂ. നീ അന്നിൻ്റെ അടുത്ത് ചീക്കുന് വാങ്ങിച്ചുകൊണ്ട് പോയപ്പോ ഈ പ്ലാന്റ് എന്റെ കയ്യിലുണ്ടായില്ല. ഇതിപ്പോ ഓർമ്മ വന്നപ്പോ ഞാൻ കൊണ്ടുവന്നാ. മുന്നിൽ നിന്ന് മാറിയാ ഞാനിത് അവന്റെ ബോളിൽ സെറ്റ് ചെയ്ത് തരാം. വലിയ കാര്യത്തിൽ തന്നെ ചെക്കന പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ വെച്ചോളാമെന്ന് അവിടെ തിങ്കൾ പ്ലാന്റിനായി കൈ നീട്ടി. മണ്ണി കൊണ്ട് ചെടിയടന്ന പണിയല്ല ഇത്. ഞാൻ തന്ന ഫിഷിനോട് എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും മാറി നിൽക്കേണ്ട തങ്കി. പറയിലോ അവന്റെ പെട്ടെന്നുള്ള ഇടിച്ചു കയറ്റൽ തിങ്കൾ പിന്നോട്ട് മാറിപ്പോയി. ആദ്യത്തേക്ക് കയറിയവൻ നേരെ അവിടെ മുറിയിലേക്ക് പോകുമ്പോൾ കല്ലിച്ച മുഖമായിട്ട് അവളും അവന്റെ പുറകെ നടന്നു. പാർട്ടിയുടെ കടയിൽ നിന്ന് പെറ്റ്സിനെ വാങ്ങുന്ന എല്ലാവർക്കും ഇത്ര ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? കൈയും കെട്ടി വാതിൽക്കൽ വന്നിന്നവൾ ചോദിക്കുമ്പോൾ ചീക്കുവിന്റെ ബോർഡിലും തട്ടിയവൻ തിരിഞ്ഞവളെ നോക്കി. ആക്കിയാണവൾ. എല്ലാവർക്കും ഇല്ല, സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രം. ആരൊക്കെയാണ് ഈ സ്പെഷ്യൽ കസ്റ്റമേഴ്സ്? എനിക്കിപ്പോ ആകെ ഒരാളേ ഉള്ളൂ. ആളുടെ അടുത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. മേച്ചയിൽ കൈകുത്തിയെന്ന് പറയുമ്പോൾ ആ കടുങ്കാപ്പി കണ്ണുകളിൽ ദേഷ്യം നിറയുന്നത് കാണാൻ എന്താ ഭംഗി. സംശയങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി പോയി ബക്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വായോ. ഈ ആഴ്ച വെള്ളം മാറ്റിയിട്ടില്ലല്ലോ നീ. എല്ലാം റെഡിയാക്കി തന്നിട്ട് ഞാൻ പോകും. അവ വേഗാവട്ടെ, ചെല്ല്. പാർത്തി ധൃതി പിടിച്ച് പറയുന്ന നേരം ചെയ്യാൻ നിവൃത്തിയില്ലെന്നായി അവൾക്ക്. അല്ലെങ്കിൽ അവനിവിടുന്ന് ഇറങ്ങില്ല. അവനെ ഒന്ന് കടുപ്പിച്ച് തിങ്കൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പാർത്തിയുടെ നോട്ട ആ മുറിക്ക് ചുറ്റുമൊന്ന് പാഞ്ഞു. പെണ്ണിന്റെ ആ കുഞ്ഞിക്കട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കാൻ തോന്നിയെങ്കിലും തൽക്കാലം അവനെ ആഗ്രഹം അടക്കി വെച്ചു. അവിടുത്തെ വായുവിന് പോലും അവളുടെ മണമാണ്. ചീക്കുവിനടുത്ത് വെച്ചിരിക്കുന്ന കുപ്പിവള സ്റ്റാൻഡിലിരിക്കുന്ന പല നിറത്തിലുള്ള കുപ്പിവളകളിലൂടെ അവന്റെ വിരലുകൾ ഓടി. അന്നേരം തന്നെയാണ് അവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ചെക്കന്റെ കണ്ണിൽ പെടുന്നത്. ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ അവനത് കയ്യിലെടുത്തു. തിങ്കൾ ബക്കറ്റും വെള്ളവുമായി അകത്തേക്ക് വരുമ്പോൾ തന്റെ അച്ഛമ്മയുടെയും ഫോട്ടോ ഫ്രെയിം കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ കണ്ട് അവളുടെ മിഴികളൊന്ന് ചുരുങ്ങി. ആൾ വന്നതറിഞ്ഞ് പാർത്തിയും തല ഉയർത്തിയിട്ടുണ്ട്. പണ്ടേ നിനക്ക് ഈ മൂശേട്ട സ്വഭാവം തന്നെയാണല്ലോ. കുറുമ്പോടെയുള്ളവന്റെ ചോദ്യം തിങ്കളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. പാർത്തി കയ്യിലുള്ള ഫോട്ടോ അവൾക്ക് നേരെ തിരിച്ചു. അച്ഛമ്മയുടെ കയ്യിൽ കണ്ണും ചുണ്ടും കൂർപ്പിച്ച് ഒട്ടും ചിരിയില്ലാത്തവളുടെ മുഖം. ഒരു ഫോട്ടോയല്ലടി, ഒന്ന് ചിരിച്ചു കൊടുത്താൽ നിനക്കിപ്പോ എന്താ? ഇയാൾ പ്ലാൻ വെക്കാൻ വന്നല്ലേ? ആ പണി നോക്കാം ആദ്യം. അവന്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ ഫ്രെയിമും തട്ടിപ്പറിച്ച് അവൾ ബക്കറ്റ് വെള്ളം അവിടെ വെച്ച് അപ്പുറത്തേക്ക് അങ്ങ് പോയതും ആൾ പോയ വഴിയെ നോയി കണ്ണൊന്നുരുട്ടി അവൻ തന്റെ പണിയിലേക്ക് കടന്നു. ചീക്കുവിന് വെള്ളത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന പ്ലാന്റ്സും മറ്റും അതിലുള്ള പബിൾസും കൂടെ അവൻ നേരത്തെ പോക്കറ്റിലിട്ട് വെച്ച ഷെൽസും വൈറ്റ് പബ്സും എല്ലാം ഇട്ട് കൊണ്ടുവന്ന പ്ലാന്റ്സ് ഭംഗിയായതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് ചീക്കുവിനെ അതിലേക്ക് തന്നെ ആക്കിയവൻ.
എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തിങ്കൾ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആളുടെ നോട്ടം ബൗളിലേക്കാണ്. ആ പ്ലാന്റ്സിന്റെ ഇടയിലൂടെയുള്ള ചീക്കുവിന്റെ നീന്തൽ കാണാൻ എന്താ രസം. ചീക്കുവിന് അത് ഇഷ്ടപ്പെട്ട പോലെ അവന്റെ നീന്തലിൽ ചെറിയ വ്യത്യാസവും കാണുന്നുണ്ട്. അടിപൊളിയായില്ലേ? പാർത്തി പുരികം പൊക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് സമ്മതിക്കും പോലെ തലയാട്ടിപ്പോയി തിങ്കൾ. എന്നാ പിന്നെ ഇതിങ്ങനെ അടിപൊളിയാക്കി തന്നേനെ. ഒരു ഉമ്മ എന്നാ എനിക്കങ്ങ് പോവായിരുന്നു. കാര്യമായി തന്നെ ജോലിയെടുത്തതിന് കൂലി ചോദിക്കുമ്പോൾ അവന്റെ പറച്ചിൽ. കള്ളിച്ചമുഖത്തോടെ തിങ്കളിന്റെ മിഴികൾ അവിടെ ചുറ്റുമെന്ന് പരതി. തന്നെ തല്ലാനായി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പരതലാണതെന്ന് പാർത്തിക്ക് വ്യക്തമായി. നോക്കി നീ കണ്ണുകഴപ്പിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ അതൊക്കെ സമയമാകുമ്പോൾ മതിയെന്നേ ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അവൻ പിന്നെയും പറയുന്നേരം മിഴികൾ ഉയർത്തി അവളെ ഒരു നോട്ടം നോക്കി. ഇങ്ങനെ നോക്കിലിടി വണ്ണേ, ചത്തു ഞാൻ. നെഞ്ചിൽ കൈവച്ചുള്ളവന്റെ പതിഞ്ഞ സ്വരം. ഇങ്ങനെ ദേഷ്യം കൊണ്ട് ചുവന്ന് നിൽക്കുന്ന നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. കാറ്റുപോലെ അവനത് പറയുന്നേരം ചെക്കൻ്റെ നോട്ട് അവൾക്ക് ഇടതുവശമുള്ള അലമാരിയുടെ കണ്ണാടിയിലേക്ക് പോയി. തിങ്കൾ ഒരു നിമിഷം അങ്ങോട്ടേക്കും നോക്കി. അവൻ പറഞ്ഞ പോലെ തന്നെ കണ്ണും മൂക്കും കവിളൊക്കെ ചുവന്ന് ആകെ ഒരു കോലത്തിലാണ് അവൾ. നോക്ക്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആൾക്ക് പിന്നിൽ അത്രയും അടുത്താണ് പാർത്തി വന്നു നിന്നും അത് പറഞ്ഞതും. പക്ഷേ ഇപ്പൊ എനിക്ക് നിന്നെ അടക്കി പിടിച്ചൊരു ഉമ്മരം തോന്നുന്നുണ്ട് കേട്ടോ. ആ പറച്ചിലില്ല അവന്റെ ശ്വാസം പെണ്ണിന്റെ പിൻകഴുത്തിൽ തൊട്ടൊന്ന് പോയി. അടുത്ത നിമിഷം അവന് നേരെ ഉയർന്നു പൊങ്ങിയ തിങ്കളുടെ കൈ അവനിൽ കൊള്ളും മുന്നേ കാറ്റുപോലെ പുറത്തേക്ക് ഒരു പാസിലായിരുന്നു അവൻ. തങ്കി, ഐ ആം റിയലി ക്രേസി അബൌട്ട് യു. കൂടെ അവന്റെ ഉറക്കെയുള്ള വിളിച്ചു പറയിൽ ടേബിളിൽ നിന്ന് പെൻ സ്റ്റാൻഡ് എടുത്ത് ആൾ എറിഞ്ഞെങ്കിലും പാർത്തി അപ്പോഴേക്കും പുറത്തെത്തി കഴിഞ്ഞിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.